ഒരു തുണിയോ ബോർഡോ എന്തെങ്കിലും വെച്ച് ചെയ്താൽ മതി എന്ന് ഞാൻ എന്നോട് തന്നെ തുടങ്ങുന്നതിന് മുമ്പ് 1000 തവണ പറഞ്ഞതാണ്. അതെങ്ങനെയാ പറഞ്ഞാൽ കേൾക്കുന്ന സ്വഭാവം പണ്ടേ എനിക്കില്ലല്ലോ. എൻ്റെ മേശപ്പുറത്ത് മുഴുവൻ പെയിൻ്റായി. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ജ്വല്ലറി ബോക്സ് അല്ലെങ്കിൽ ഓർഗനൈസർ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിൽ മെയിനായിട്ട് നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെലോ ടേപ്പ് അല്ലെങ്കിൽ പാക്കിംഗ് ടേപ്പൊക്കെ ചുറ്റി കഴിയുമ്പോൾ ഉള്ള ആ ഒരു ബാക്കിയുള്ള റൗണ്ട് ഉണ്ടല്ലോ, അതും പിന്നെ നമുക്ക് രണ്ട് കാർഡ്ബോർഡും കൂടെ വേണം. ആ 2 കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് ഒന്നടിയിലും ഒന്ന് താഴെയായിട്ട് ഈ റൗണ്ടിൻ്റെ അതേ വലിപ്പത്തിൽ മുറിച്ചെടുത്ത് ഒരെണ്ണം അതിലേക്ക് ഒട്ടിക്കുക, ഒരെണ്ണം മറ്റൊന്ന് മാസ്കിംഗ് ടേപ്പ് യൂസ് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് വയ്ക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ ഓർഗനൈസർ റെഡിയാവും. അപ്പം അതിലിത്തിരി പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയാൽ മതി. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്ലൂ ഗൺ എന്നെ പലതവണ ചതിച്ചു. ഞാൻ കാർഡ്ബോർഡിൽ ഒട്ടിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അവസാനം ഞാൻ ആ റൗണ്ടിൽ ഒട്ടിച്ചതിന് ശേഷമാണ് കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചത്. പിന്നെ നമുക്ക് മുകളിലുള്ള റൗണ്ട് കുറച്ചൊന്ന് വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു A4 ഷീറ്റിൽ ഒരു റൗണ്ട് അതിനനുസരിച്ച് വലിപ്പം മുറിച്ചെടുത്ത് അതിലൊട്ടിക്കുക. പിന്നെ ഒരു മാസ്കിംഗ് ടേപ്പ് രണ്ടുമായിട്ട് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിമ്പിൾ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്ത് അതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാം. ഞാനിവിടെ റോസും ഒരു പേസ്റ്റൽ ഷെയ്ഡിലുള്ള ബ്ലൂവും കൂടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് രണ്ടിലും പേസ്റ്റൽ ഷെയ്ഡിലുള്ള ബ്ലൂവിൽ റോസ് കളർ കൊണ്ടും പിന്നെ റോസിൽ ബ്ലൂ കളർ കൊണ്ടും ചെറിയ ചെറിയ ഡോട്ട്സൊക്കെ ഇട്ട് കൊടുത്തു, ചുമ്മാ ഒരു രസത്തിന്. പിന്നെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞാൻ ഈ കുപ്പി പാട്ട അതൊക്കെ ഇങ്ങനെ പെറുക്കിക്കൊണ്ട് വന്ന് വീട്ടിൽ വയ്ക്കുമായിരുന്നു. അമ്മേൻ്റെ അടുത്തുനിന്ന് എന്നും എനിക്ക് ചീത്തയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഈ സിമ്പിൾ ഓർഗനൈസർ? ഇഷ്ടമായോ? ഒന്ന് ലൈക്ക് ചെയ്യണേ.